അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. അതെ ഗൈസ്, എങ്ങനെയൊക്കെ നമ്മൾ ജീവനോടെ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. എനിക്ക് ശേഷം പിന്നെന്താ നടന്നതെന്ന് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വെടിക്കെട്ട് കഴിയുമ്പോൾ തന്നെ നെന്മാറ ദേശക്കാരും പൊട്ടിച്ചു കഴിഞ്ഞു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ 2-3 ദിവസങ്ങൾക്ക് മുന്നേ നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും എവിടെ പോലും എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാവശ്ശേരി പൂരോ നെന്മാറ വേലയോ അതൊന്നും അല്ല പ്രശ്നം, മഴയാണ് പ്രശ്നം എന്നൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ പ്രശ്നങ്ങൾ അതൊന്നും അല്ല, ജനങ്ങളായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത പ്രശ്നം. പിന്നെ പുലർച്ചക്കത്തെ വെടിക്കെട്ട് എക്സ്പെക്ട് ചെയ്തിട്ടിരുന്ന നമുക്ക് അതുപോലും കിട്ടിയില്ല. കാരണം നമ്മൾ അത്രയും തിരക്കിനടിയിൽ പെട്ടുപോയി. 1200 പോലീസ് നെന്മാറ വേലയ്ക്ക് ഉണ്ടെങ്കിലും ഒരു പോലീസ് പോലും ഏതൊരു റോഡിലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പൂരപ്പറമ്പിൽ മാത്രമായിരുന്നു. ഞാൻ പോകുന്ന ജനങ്ങൾക്ക് വെടിക്കെട്ട് കാണാത്തതിൻ്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു. നിർത്തിയിട്ട വണ്ടികൾ ഫുള്ള് കേടുവരത്തിലായിരുന്നു അവരുടെ പണി. നമ്മളെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇന്നപ്പത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.